എൻ്റെ പേര് ഡോക്ടർ ജിത്യ. ഞാൻ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു ARC കൊച്ചിൻ ബ്രാഞ്ചിൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടെസ്റ്റ് ട്യൂബ് ബേബി അല്ലെങ്കിൽ IVF ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. അതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ വ്യത്യാസം എന്നതിനെക്കുറിച്ചാണ്. ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് നമ്മൾ പറയുമ്പോൾ ആദ്യകാലങ്ങളിൽ നമ്മൾ അറിഞ്ഞിരുന്നത് ടെസ്റ്റ് ട്യൂബ് ബേബി എന്നുള്ളൊരു നാമധേയത്തിലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ തുടക്കം അല്ലെങ്കിൽ IVFൻ്റെ തുടക്കം വരുന്നത് ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന പേരിലാണ്. ആദ്യം 1978 നമ്മുടെ വേൾഡിൽ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ബേബി ജനിക്കുന്നത്. ജൂലൈ മാസത്തിലാണ്. അതിലൊരു വർഷം കഴിഞ്ഞതിന് ശേഷം 1979 കാലഘട്ടങ്ങളിലാണ് ഇന്ത്യയിൽ ടെസ്റ്റ് ട്യൂബ് ബേബി വരുന്നത്. അപ്പോൾ എന്താണ് ടെസ്റ്റ് ട്യൂബ് ബേബി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ IVFൻ്റെ തുടക്കം മുതൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ശരീരത്തിൻ്റെ വെളിയിൽ, അതായത് ഇൻ വിട്രോ നടക്കുക. ഇൻ വിട്രോ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗ്ലാസ് പെട്രി ഡിഷിനെയാണ് ഇൻ വിട്രോ എന്ന് നമ്മൾ പേരിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഗ്ലാസ് പെട്രി ഡിഷിൽ ഒരു അണ്ഡം വെക്കുന്നു, അതിന് ചുറ്റുമായി നമ്മൾ കുറച്ച് ബീജങ്ങളെ വിടുന്നു. അപ്പോൾ അണ്ഡവും ബീജവും ശരീരത്തിൻ്റെ ഉള്ളിൽ യോജിക്കുന്നത് പോലെ ഈ പെട്രി ഡിഷിൽ അണ്ഡത്തിന് ബീജങ്ങൾ വന്ന് ചേരുകയും അങ്ങനെ ഭ്രൂണങ്ങൾ തയ്യാറാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഭ്രൂണത്തിനെ സ്ത്രീയുടെ ശരീരത്തിലെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു ടെസ്റ്റ് ട്യൂബ് ബേബി ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ടെസ്റ്റ് ട്യൂബ് ബേബി ഉണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇത് പിന്നീട് വന്ന് അതിൻ്റെ ഒരുപാട് പരിണാമങ്ങൾ, ഇതിൻ്റെ അകത്ത് കുറേ സ്റ്റഡീസ് വന്നു. അങ്ങനെ ഒരുപാട് പരിണാമങ്ങൾക്ക് ശേഷം IVF ഇപ്പോൾ കാണുന്ന ഇപ്പോൾ നിലവിലുള്ള IVF ചികിത്സാ രീതിയിലേക്ക് രൂപാന്തരപ്പെടുകയാണ് സത്യം പറഞ്ഞാൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ IVF ട്രീറ്റ്മെൻറ്റ് എന്താണ്? ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്നാണ് IVFൻ്റെ ഫുൾ ഫോം. അതായത് ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നത് നമ്മൾ ഒരു ലബോറട്ടറിയുടെ ഉള്ളിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടത്തി ഒരു ഭ്രൂണത്തിനെ നമ്മൾ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഈ കാലഘട്ടത്തിൽ IVF ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണഗതിയിൽ അണ്ഡത്തിലേക്ക് ഇപ്പോൾ ഒരു ബീജത്തിനെ നമ്മൾ ഇൻജെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇഞ്ചെക്ഷൻ ചെയ്യുന്ന വഴി നമ്മുടെ സക്സസ് റേറ്റ്സ് കൂട്ടുകയാണ്. ഈ ടെസ്റ്റ് ട്യൂബ് ബേബി ഉണ്ടാക്കുന്നതിൽ നമുക്ക് ഒരു 30 മുതൽ 40% വരെ മാത്രമേ സക്സസ് കിട്ടിയിരുന്നു എങ്കിൽ ഇപ്പോൾ അണ്ഡത്തിൻ്റെയും ബീജത്തിൻ്റെയും ക്വാളിറ്റി 100% ആണെങ്കിൽ, നല്ല ക്വാളിറ്റി, ഗുഡ് ക്വാളിറ്റി ആണെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്ന എംബ്രിയോസും അതുപോലെ തന്നെ 100% സക്സസ്ഫുൾ ആയിട്ടുള്ള എംബ്രിയോസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള IVF വഴി നമ്മൾക്ക് കിട്ടുന്ന എംബ്രിയോസും സക്സസ് റേറ്റ്സും 80 മുതൽ 100% വരെ നമുക്ക് സക്സസ് റേറ്റ്സ് കിട്ടുന്നു. അതാണ് ടെസ്റ്റ് ട്യൂബ് ബേബിയും IVF ബേബിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. നമ്മൾ ഇങ്ങനെ രൂപാന്തരപ്പെട്ടത് സത്യം പറഞ്ഞാൽ സക്സസിനെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും അധികം സ്റ്റഡീസ് നടന്നതും ഈ ഒരു രൂപാന്തരം വരുന്നതും അതിനു വേണ്ടിയിട്ടാണ്. അതാണ് ഇതും ടെസ്റ്റ് ട്യൂബ് ബേബിയും IVFും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. നമസ്കാരം.